ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രഭാസ് നായകനായി നാഗാശ്വൻ സംവിധാനം ചെയ്ത് ജൂൺ 27-ന് തിയേറ്ററിലെത്തിയ ഒരു സയൻസ് ഫിക്ഷൻ വാർ ആക്ഷൻ ഫാന്റസി ഡ്രാമ വിഭാഗത്തിൽ വരുന്ന കൽക്കി 2898 AD എന്ന ബിഗ് ബഡ്ജറ്റ് പാൻ ഇന്ത്യൻ ബ്രഹ്മാണ്ഡ സിനിമ ചിത്രത്തിന്റെ രണ്ടാമത്തെ ഞായറാഴ്ച കൂടിയായ 11-ാം ദിവസം പിന്നിട്ട് ഇന്ന് 12-ാം ദിവസമായ തിങ്കളാഴ്ചയിലേക്കാണ് കടന്നിരിക്കുന്നത്. 2024-ൽ തിയേറ്ററിലെത്തിയ ഇന്ത്യൻ സിനിമകളിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയെടുത്ത് മുന്നേറുന്ന സിനിമയായി കൽക്കി മാറിയിരിക്കുകയാണ്. അമിതാഭ് ബച്ചൻ, കമൽഹാസൻ, ദീപിക പദുകോൺ, ദുൽഖർ സൽമാൻ, അന്നാബൻ, വിജയ് ദേവരകൊണ്ട എന്നിങ്ങനെ വമ്പൻ താരനിരയുമായി തിയേറ്ററിലെത്തിയ ഈ സിനിമ ആദ്യ 9 ദിവസം കൊണ്ട് തന്നെ 800 കോടി ക്ലബിൽ എത്തപ്പെട്ടിരുന്നു. ഇത് സംബന്ധമായ ഔദ്യോഗിക പോസ്റ്റർ വൈജയന്തി മൂവീസ് പുറത്തിറക്കിയിട്ടുണ്ട്. അതേസമയം ചിത്രത്തിന്റെ കളക്ഷൻ സംബന്ധമായി വിവിധ ട്രാക്കർമാർ പുറത്തുവിടുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഈ ചിത്രം നേടിയെടുത്തിരിക്കുന്നത് 750-800 കോടി റേഞ്ചിൽ കളക്ഷനാണ്. 11-ാം ദിവസമായ ഇന്നലെ ഞായറാഴ്ചയോടെ ഈ ചിത്രത്തിന്റെ കളക്ഷൻ 880-900 കോടി റേഞ്ചിൽ എത്തപ്പെട്ടിട്ടുണ്ട്. ഇത് സംബന്ധമായ ഏറ്റവും പുതിയ ഔദ്യോഗിക പോസ്റ്റർ ഇന്ന് വൈജയന്തി മൂവീസ് റിലീസ് ചെയ്യപ്പെടും എന്ന് തന്നെയാണ് കണക്കുകൂട്ടുന്നത്. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ 1000 കോടി ക്ലബിൽ എത്തപ്പെടുന്ന ഈ സിനിമയുടെ കേരള ബോക്സ് ഓഫീസ് കളക്ഷനിലേക്ക് വന്നാൽ ചിത്രം ആദ്യ 8 ദിവസം കൊണ്ട് 18,70,00,000 രൂപയാണ് നേടിയെടുത്തത്. 9-ാം ദിവസമായ വെള്ളിയാഴ്ച ഈ ചിത്രം കേരള ഗ്രോസ് കളക്ഷനായി 1,01,00,000 രൂപയാണ് കളക്ട് ചെയ്തത്. അതേസമയം 10-ാം ദിവസമായ ശനിയാഴ്ച വീണ്ടും ചിത്രത്തിന്റെ കളക്ഷൻ വർദ്ധിക്കുകയാണ് ഉണ്ടായത്. 1,90,00,000 രൂപയാണ് ശനിയാഴ്ച ദിവസം ഈ ചിത്രം കേരള ഗ്രോസ് കളക്ഷനായി നേടിയെടുത്തത്. അങ്ങനെ ആദ്യ 10 ദിവസം കൊണ്ട് 21,61,00,000 കേരള ഗ്രോസ് നേടിയ ഈ സിനിമ 11-ാം ദിവസമായ ഇന്നലെ ഞായറാഴ്ച കേരള ഗ്രോസ് കളക്ഷനായി വമ്പൻ കളക്ഷനാണ് നേടിയെടുത്തിട്ടുള്ളത്. 2,80,00,000 മുതൽ 3 കോടി റേഞ്ചിലാണ് ഇന്നലെ ഈ ചിത്രത്തിന്റെ കേരള കളക്ഷൻ. അപ്പോൾ 11 ദിവസം കൊണ്ട് ഈ ചിത്രം കേരള ഗ്രോസ് കളക്ഷനായി ഏകദേശം 24,50,00,000 രൂപ സ്വന്തമാക്കിയിട്ടുണ്ട്. 5 കോടി രൂപയ്ക്ക് കേരള തിയേറ്റർ റൈറ്റ്സ് കരസ്ഥമാക്കിയ വേഫെയർ ഫിലിംസിന് ഏകദേശം 12 കോടിക്കടുത്ത് ഷെയർ കളക്ഷൻ നിലവിൽ നേടിയെടുക്കാനായിട്ടുണ്ട്. തെലുങ്കിൽ നിന്ന് കേരളത്തിലെത്തി വമ്പൻ കളക്ഷൻ നേടിയെടുത്ത ചിത്രങ്ങളുടെ പട്ടികയിൽ നിലവിൽ ബാഹുബലി 2 ഒന്നാമതായിരുന്നുവെങ്കിൽ രണ്ടാം സ്ഥാനം RRRനായിരുന്നു. 24,75,00,000 രൂപയാണ് RRR കേരള ഗ്രോസ് കളക്ഷനായി നിലവിൽ നേടിയെടുത്തിരിക്കുന്നത്. ഇന്ന് 12-ാം ദിവസം തിങ്കളാഴ്ചയോടെ RRRനെ മറികടന്ന് കൽക്കി 2898 AD എന്ന പ്രവാസ് ചിത്രം തെലുങ്ക് ചിത്രങ്ങളുടെ കേരള ഗ്രോസ് കളക്ഷൻ പട്ടികയിൽ രണ്ടാമത് എത്തിച്ചേരുന്നതാണ്. മിക്കവാറും എല്ലാ മാസങ്ങളിലും 2-3 ചിത്രങ്ങൾ തിയേറ്റർ റിലീസായി എത്തുന്ന മലയാളത്തിലെ ചുരുക്കം ചില യുവനടന്മാരിൽ ഒരാളാണ് ധ്യാൻ ശ്രീനിവാസൻ. ഇക്കഴിഞ്ഞ ജൂലൈ മാസം 5-ാം തീയതി ധ്യാൻ ശ്രീനിവാസൻ നായകനായ പാർട്ട്നേഴ്സ് എന്ന സിനിമ തിയേറ്ററിലെത്തി. നവീൻ ജോൺ സംവിധാനം ചെയ്ത ഈ സിനിമയിൽ കലാഭവൻ ഷാജോൻ, ഹരീഷ് പേരടി, അലക്സാണ്ടർ പ്രശാന്ത്, ശ്രീകാന്ത് മുരളി എന്നിങ്ങനെയാണ് മറ്റ് അഭിനേതാക്കൾ. ധ്യാൻ ശ്രീനിവാസന്റേതായി സമീപകാലത്ത് തിയേറ്ററിലെത്തിയ മറ്റ് സിനിമകളെ അപേക്ഷിച്ച് പാർട്ട്നേഴ്സ് എന്ന സിനിമയ്ക്ക് കൂടുതൽ മെച്ചപ്പെട്ട അഭിപ്രായം നേടിയെടുക്കാനായിട്ടുണ്ട്. എന്നാൽ വലിയൊരു കളക്ഷനൊന്നും ഈ സിനിമയ്ക്ക് ഇതുവരെയും നേടിയെടുക്കാനായിട്ടുമില്ല. 3 ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ 12 ലക്ഷം രൂപ മാത്രമാണ് ഈ ചിത്രം നേടിയെടുത്തിട്ടുള്ളത്. വിനായക അജിത്ത് നിർമ്മിച്ച് സാഗർ സംവിധാനം ചെയ്യുന്ന കനകരാജ്യം എന്ന സിനിമ ഇക്കഴിഞ്ഞ ജൂലൈ 6 ശനിയാഴ്ചയാണ് തിയേറ്ററിലെത്തിയത്. മുരളി ഗോപി, ഇന്ദ്രൻസ്, ലിയോണ ജിഷോയി, ജോളി ജോസഫ് എന്നിങ്ങനെയാണ് അഭിനേതാക്കൾ. മികച്ച ഒരു ഇമോഷണൽ ഫാമിലി എന്റർടൈനർ സിനിമ എന്ന അഭിപ്രായം ഈ ചിത്രം നേടിയെടുത്തിരിക്കുകയാണ്. ശനി, ഞായർ എന്നിങ്ങനെ 2 ദിവസം കൊണ്ട് 10 ലക്ഷത്തോളം രൂപ ഈ സിനിമ കളക്ട് ചെയ്തിട്ടുണ്ട്. കൽക്കി, പാർട്ട്നേഴ്സ്, കനകരാജ്യം എന്നിങ്ങനെ ഈ 3 സിനിമകളെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.